അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതി, ഭാരതീയ ദർശനം യാതൊന്നും തന്നെ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു അവസ്ഥാവിശേഷണം നമ്മുടെ സംസ്കൃതിയിൽ നിലനിൽക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ വേദിയിൽ, യജ്ഞവേദിയിൽ, ഇങ്ങനെ ഈ വേദിയിൽ നല്ല മറ്റേത് വേദികളിലായിരുന്നാൽ പോലും ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന നാമസങ്കീർത്തനത്തിന് എപ്പോൾ വേണമെങ്കിലും സജ്ജനങ്ങൾക്ക് വരാം, സജ്ജനങ്ങൾക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോകാം. ഇത് മറ്റൊരു സംസ്കൃതിയിലും അനുശാസിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ നമ്മളിവിടെ ക്ഷേത്രത്തിൽ വന്നില്ലെങ്കിൽ ആരും ചോദിക്കുകയില്ല എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വരാത്തത്. ആരെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ഇസ്ലാമിക ദേവാലയം ഉണ്ടെങ്കിൽ ആ ഇസ്ലാമിക ദേവാലയത്തിൽ പോകണമെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് വെള്ളിയാഴ്ചയാണ്, അല്ലെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് എനിക്ക് പള്ളിയിൽ പോകണം എന്ന് ചോദിച്ചാൽ ആ സ്ഥാപനത്തിൽ നിന്നും അവധി കൊടുക്കും. ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് എനിക്ക് നാളെ വെള്ളിയാഴ്ചയാണ്, എനിക്ക് ആയിരം തമ്മിലുള്ള തിരുസന്നിധിയിൽ പോകണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ, നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് ആ വ്യക്തിക്ക് അവധി കൊടുക്കുമോ? കൊടുക്കുകയില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എപ്പോഴും വരാം, എപ്പോഴും പോകാം. ഇത് നമ്മുടെ സംസ്കാരമാണ്, ഭാരതീയ സംസ്കാരമാണ്. 1 കോടി വക തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമഃ എന്നാണ്. സത്യേകം വിപ്രാപന്തി എന്നാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ, ഇഷ്ടമുള്ള രൂപത്തിൽ, ഇഷ്ടമുള്ള ഭാവത്തിൽ നാമരൂപരഹിതനായിരിക്കുന്ന ഭഗവാനെ അല്ലെങ്കിൽ അമ്മയെ നമുക്ക് ആരാധിക്കാം. ഇവിടെ അതിന് വിലക്കുകളില്ല, വേലിക്കെട്ടുകളില്ല, ഇന്നത് മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ള നിയമമില്ല. അതാണ് നമ്മുടെ സംസ്കൃതി. അതുകൊണ്ട് ആരും പറയുകയില്ല പോകരുതെന്ന്, ആരും പറയുകയില്ല പോകാൻ. നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ പോലും മറ്റ് പല സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥന സമയത്ത് പലരും അതിനുശേഷം മാത്രമേ അവിടുന്ന് മടങ്ങുകയുള്ളൂ. പോയി കഴിഞ്ഞാൽ അന്വേഷിക്കും എന്തുകൊണ്ട് പോയി എന്ന്. പക്ഷെ ഇവിടെ നമുക്ക് ആരും ചോദിക്കാനില്ല. ഇത് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ പരിശുദ്ധിയാണ്, നമ്മുടേതായിട്ടുള്ള സംസ്കൃതിയാണ്. അതുകൊണ്ട് എല്ലാ സജ്ജനങ്ങളും ഇവിടെ ഈ സത്സംഗിൽ പങ്കുചേരുക. എല്ലാ ദിവസവും, ഇപ്പോഴും ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മടങ്ങാവുള്ളൂ എന്ന് ആയിക്കമത്തമ്മയുടെ നാമധേയത്തിൽ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമധേയത്തിൽ പറയുകയാണ്. സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാശുമാ
Hare